മണ്ണിനെയും പൂക്കളെയും ഏറെ സ്നേഹിക്കുന്ന മരിയ ബിജുവാണ് ഇന്നത്തെ വനിതയിലെ അതിഥി. കേരളത്തിലെ ഹ്യൂമിഡിറ്റിയാണ് ഇത്തരം പൂക്കൾ കൃഷി ചെയ്യുന്നതിന് കേരളത്തിൽ തടസ്സമായി നിൽക്കുന്നതെന്ന് മരിയ പറയുന്നു. ഏതായാലും മരിയയുമൊത്തുള്ള വനിതയിലേക്ക്. ഇപ്പൊ ഇവിടെ പല വെറൈറ്റീസ് ഉണ്ടെന്ന് മരിയ എന്നെ പറഞ്ഞല്ലോ. അപ്പൊ ആദ്യമായിട്ട് നിങ്ങൾ ചെയ്തത് ഏതായിരുന്നു? നമ്മളിത് ഒരുമിച്ചാണ് ഇതെല്ലാം ചെയ്തേക്കുന്നത്. ശരി, എല്ലാ കളറും ഒരുമിച്ചാണ്. 6500 പ്ലാന്റ്സ് ഉണ്ട്. അത് അങ്ങനെ നമ്മൾ ഒരുമിച്ച് അങ്ങ് ചെയ്യുമായിരുന്നു. അങ്ങനെ 6 കളറും ഒരുമിച്ച് തന്നെ അത് ഓരോന്നും നല്ല സയന്റിഫിക് ആയിട്ട് പഠിച്ച് അതിന് ഓരോ ഇതുണ്ട്. അത് ഒരുമിച്ച് അങ്ങ് പോയാലേ നമുക്ക് എളുപ്പമാകത്തുള്ളൂ. ശരി, അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാവും. അപ്പൊ ഇതിപ്പോ ദിവസേന നനയ്ക്കണം, 2 നേരം നനയ്ക്കണം, അങ്ങനെയൊക്കെ ഉണ്ടോ ഇതിന്? നമ്മളിപ്പോഴേ ഡ്രിപ്പ് ഇട്ടേക്കുവാണ്. ഒട്ടും വെള്ളം ഇതിൽ വീഴാൻ പാടില്ല, ഈ പൂക്കളിൽ വീഴാൻ പാടില്ല. അപ്പൊ നമ്മളിത് ക്ലോസ് ചെയ്ത് ഡ്രിപ്പ് ഇട്ട് വെള്ളം കൊടുക്കും. അത് ശരി. അല്ലാണ്ട് ഇതായാലും ഇത് നശിച്ചു പോകും അല്ലേ? പെറ്റൽസിൽ നമ്മൾ പാക്ക് ചെയ്യുമ്പോൾ പോലും വെള്ളം വീഴാതെ സൂക്ഷിക്കണം. ഇതിന്റെ പെറ്റൽസ് ഇവിടെ ഫംഗസ് ഉണ്ടാവും. ഇത് ഒത്തിരി ദിവസം ഇരിക്കുന്ന ഒരു പൂവാണ്. അപ്പം ഡ്രൈ ആയിട്ട് ഇരിക്കുമ്പോഴത്തേക്കും എങ്കിലും പക്ഷെ അടിയിൽ വെള്ളത്തിൽ വെക്കണം. അടിയിൽ വെള്ളവും വേണം, എന്നാൽ പുറത്ത് ശരിക്കും പറഞ്ഞാൽ വെള്ളം വീഴാനും പാടില്ല. അങ്ങനത്തെ ഒരു പൂവാണ്, എന്നാലും രസമുണ്ട്. അപ്പൊ ശരിക്കും ഒരു ഇപ്പോഴാണെങ്കിലും ഇപ്പോൾ എല്ലാ ദിവസവും പാക്ക് ചെയ്ത് കൊടുത്തയക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. എങ്ങനെയാണ്, എത്ര ദിവസം കൂടുമ്പോഴാണ് ഇത് വിപണിയിലേക്ക് അയക്കുന്നത്? നമ്മളൊരു 3 ദിവസം കൂടുമ്പോഴാണ് പൂവെടുത്ത് പാക്ക് ചെയ്ത് അയക്കുന്നത്. കൂടുതലും ഒരെണ്ണം ഒരു മൺഡേ ഒക്കെ ആകുമ്പോൾ ഒരു പൂവെടുക്കും, പിന്നെ വീക്കെൻഡ്സിലും നമ്മൾ പൂവെടുക്കും. ഓക്കെ. ഇപ്പോൾ ഒരു ചെടി നമ്മൾ നട്ട് കഴിഞ്ഞാൽ എത്ര നാൾ വരെ അതിൽ നിന്ന് നമുക്ക് പൂക്കൾ കിട്ടും? ഒരു ചെടി 3 വർഷം നിൽക്കും എന്നാണ് അവര് പറഞ്ഞേക്കുന്നത്. ഇതെല്ലാം നമുക്ക് എക്സ്പെരിമെന്റ് പോയിക്കൊണ്ടിരിക്കുന്നു. ആദ്യമായിട്ടാണല്ലോ നമ്മളിപ്പോ ചെയ്യുന്നത്. ഇപ്പൊ എങ്ങനെയാണ് മാർക്കറ്റിലേക്ക് നല്ല കോൺഫിഡൻസ് ആയിട്ട് എല്ലാ 3 ദിവസം കൂടുമ്പോഴും ഫ്ലവർ കൊടുക്കാൻ പറ്റുന്നുണ്ടല്ലേ? എല്ലാ ദിവസവും ഉണ്ട്, എല്ലാ ദിവസവും കൊടുക്കാൻ പറ്റുന്നുണ്ട്. നമ്മൾ ഈ പൂവെടുത്ത് കഴിയുമ്പോഴത്തേക്കും അടിയിൽ നിന്നുള്ള ബഡ് വന്ന് അടുത്ത 3 ദിവസം കൊണ്ട് ഫ്ലവർ ഇത് വന്നേക്കും അല്ലേ? ഇപ്പൊ തന്നെ നമുക്ക് ഇവിടെ കാണുമ്പോൾ അറിയാലോ, ഓരോന്നും അടുത്ത ബഡ്സ് ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട് അല്ലേ? അപ്പൊ വലിയ ഇത് നോക്കിയിട്ട് പൂർണ്ണമായിട്ട് വിരിഞ്ഞത് നോക്കിയിട്ടാണോ കട്ട് ചെയ്ത്? അതെ, പൂർണ്ണമായിട്ട് വിരിഞ്ഞത് നോക്കി കട്ട് ചെയ്യും. കട്ട് ചെയ്യുന്ന അടിയിൽ നിന്ന് ഇതിപ്പോ ഏതൊക്കെ ഇതിനാണ് സാധാരണ ഇത്തരം പൂക്കൾ ഉപയോഗിക്കുന്നത്? കൂടുതലും ഇതിന്റെ സൈസുള്ള പൂവായതുകൊണ്ട് കൂടുതൽ സ്റ്റേജ് ഫംഗ്ഷൻസിന്, മാരേജസിനൊക്കെയാണ് ഇത് യൂസ് ചെയ്യുന്നത്. അല്ലാതെ ഒരു ഡെക്കറേഷൻസിന് പൊതുവെ ഇത് പോവാറില്ല, പൊതുവെ ചെറിയ അങ്ങനെ കാണാറില്ല. നമുക്ക് ചെയ്യാം, വളരെ ഭംഗിയുള്ള ഒരു പൂവാണല്ലോ. അതെ. ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ മരിയയ്ക്ക് പണ്ട് വീട് ഡെക്കറേറ്റ് ഇഷ്ടമായിരുന്നു എന്ന് പറഞ്ഞതുപോലെ ഇഷ്ടമുള്ളവർക്കൊക്കെ ചെയ്യാവുന്നതാണ്. ഓക്കെ മരിയ, ഇനിയിപ്പോ എന്തെങ്കിലും വേറെ വെറൈറ്റീസ്, എന്തെങ്കിലും പരീക്ഷണങ്ങൾ നടത്തുക, അങ്ങനെ എന്തെങ്കിലും ഒക്കെ ചെയ്യാറുണ്ട്? ഇപ്പൊ ചില ഇതിലൊക്കെ നമ്മൾ മറ്റതിൽ വേറെ കാര്യങ്ങളൊക്കെ കാണാറില്ല, 2 കളേഴ്സ് മിക്സ് ചെയ്തിട്ട് വേറൊരു കളർ ഉണ്ടാക്കുക, അങ്ങനെയൊക്കെ. അങ്ങനെ എന്തെങ്കിലും എക്സ്പെരിമെന്റ്സ് ഒക്കെ നടത്താൻ പറ്റുന്ന ഒരു മേഖലയാണോ? അങ്ങനെയൊക്കെ ഉണ്ട്, ഓൾറെഡി ഉണ്ട് അങ്ങനത്തെ ഫ്ലവേഴ്സ്. പക്ഷെ എനിക്കിഷ്ടം ഈ സിംഗിൾ കളേഴ്സിനോടാണ്. പിന്നെ വൈറ്റ് കളർ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഇപ്പൊ ഏതിന്റെയും കൂടെ വൈറ്റ് നല്ലതായിട്ട് മാച്ച് ചെയ്യുമല്ലോ. അപ്പൊ അങ്ങനെ ചെയ്യുന്നു. വൈറ്റ് ആണ് കൂടുതൽ, ഒരു 60%, 40%ഓളം വൈറ്റ് തന്നെയാണ്. ബാക്കി 60% ഉള്ളൂ എല്ലാ കളേഴ്സും കൂടെ. ഏറ്റവും കൂടുതൽ മൂവ് ചെയ്യുന്നതും വൈറ്റ് ആണോ? വൈറ്റ് എല്ലാ കളറിന്റെയും കൂടെ വൈറ്റ് മിക്സ് ചെയ്താലേ ഭംഗിയുള്ളൂ. ഓക്കെ. അപ്പൊ വൈറ്റിന് ഒപ്പം നമ്മൾ വൈറ്റും കൊടുക്കാറുണ്ട്. അപ്പൊ അതുപോലെ തന്നെ മറ്റൊന്ന് ചോദിക്കട്ടെ, ഇപ്പൊ ഇതിന്റെ ഒരു റേറ്റ് നിശ്ചയിക്കുന്നത് എങ്ങനെയാണ്? കിലോ ആണോ, ഒരു പെറ്റൽ ഇത് വെച്ചിട്ടാണോ, സിംഗിൾ സ്റ്റെം വെച്ചിട്ടാണോ, എങ്ങനെയാണ്? ഓരോ സ്റ്റെമ്മിനാണ് റേറ്റ് വെച്ചേക്കുന്നത്. അത് ഒരു 3 രൂപ മുതൽ 10 രൂപ വരെ വെയിറ്റ് ചെയ്തിട്ടുണ്ട്, സീസൺ അനുസരിച്ച്. ഒരു മാസം ഒരു ചെടിയെന്ന് 3 പൂ കിട്ടണം എന്നാണ് എന്റെ കണക്ക്. നമ്മളത് ഓൾമോസ്റ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ട്. ഇനി എന്താണ് മരിയയുടെ മനസ്സിലെ ഒരു ഡ്രീം? ഇത് തന്നെ ഒരു കുറച്ചും കൂടെ ഒന്ന് വാസ്റ്റ് ആയിട്ട് ചെയ്യണം എന്നുണ്ട്. ഇപ്പൊ ഇതിന്റെ പണി ഓൾമോസ്റ്റ് പഠിച്ചല്ലോ, അപ്പൊ ഇത് ഇച്ചിരി എളുപ്പമായിട്ടുണ്ട്. പിന്നെ ഇതൊന്ന് വലുതാക്കി ചെയ്യണം എന്നൊരാഗ്രഹമുണ്ട്. ഇവിടെ എങ്ങനെയാണ് ഇത് നോക്കാനായിട്ട് പണിക്കാരൊക്കെ ഉണ്ടോ? എല്ലാ ദിവസവും മരി ഇവിടെ വരാറുണ്ടോ? ഉണ്ട്, പണിക്കാരുണ്ട്. പൂവെടുക്കാനായിട്ടാണേലും പണിക്കാരുണ്ട്, അവരങ്ങ് ചെയ്തോളൂ. പാക്കിംഗ് ഉണ്ട്, അതും ഒരു നല്ല പണിയാണ്. ഓരോ പൂവും നമ്മൾ പാക്ക് ചെയ്ത് ചെയ്യാന്ന് ഒരു പെറ്റൽ പോലും കളയാതെ അത് ചെയ്യണം. അതിനൊക്കെ തന്നെ ഒരുപാട് പേരുണ്ട്. മരിയ എല്ലാ ദിവസവും ഇവിടെ വന്ന് നോക്കാറുണ്ടോ? ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്ന പോലെയാണ് പൂക്കളും എന്ന് പറഞ്ഞല്ലോ. അപ്പൊ എങ്ങനെയാണ് മരിയ എല്ലാ ദിവസവും തോട്ടത്തിലേക്ക് വരാറുണ്ടോ? അതിന്റെ മെയിൻ സ്റ്റേജ് അങ്ങ് കഴിഞ്ഞു. ഇപ്പം അങ്ങനെ എന്നും വന്നില്ലെങ്കിലും കുഴപ്പമില്ലാതായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ അങ്ങ് പോകുന്നു. നോക്കാൻ ആൾക്കാരുണ്ട്, എല്ലാരും പഠിച്ചു.
ചെയ്യേണ്ട രീതിയൊക്കെ. അപ്പൊ അങ്ങനെ ഓക്കെ, എന്തായാലും ഇപ്പൊ ജർബറ കൃഷിയിൽ ഒരു എക്സ്പേർട്ട് ആയല്ലോ. ഇനി പഴയ മോഹം, അതായത് വെജിറ്റബിൾ, നമ്മുടെ ഇംഗ്ലീഷ് വെജിറ്റബിളിലേക്ക് ഒരു കൈ നോക്കണം അതും ഇഷ്ടമാണ്, ഇപ്പോഴും അത് ഇഷ്ടമാണ്. അതാണ് ഞാൻ ചോദിച്ചത്, അതിലോട്ടൊരു കൈ നോക്കണം എന്ന് ആഗ്രഹമുണ്ടോ? ഉണ്ട്, ഇതൊന്ന് താഴെ വെച്ചിട്ട് ഇപ്പോഴും ഇഷ്ടമാണ് അത് ചെയ്യാൻ. ശരി. ഓക്കെ, കുടുംബത്തെ കുറിച്ചൊക്കെ ഒന്ന് പറയാം. എനിക്ക് 2 പെൺകുട്ടികളാണ്. അവരിവിടെ സ്കൂളിൽ പോകുന്നു. അപ്പൊ പകല് ഫ്രീ ആണ്, ആ സമയത്താണ് ഇതിലോട്ട് ഇപ്പം. ഹസ്ബൻഡ് ഇവിടെ തോട്ടം നോക്കുന്നു. 2 പെൺകുട്ടികളല്ലേ, അവർക്ക് ഇഷ്ടമാണ്. പ്രത്യേകിച്ച് പിങ്ക് കളർ പൂ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഇതിനിടയിൽ വരാറുണ്ടോ? വരാറുണ്ട് അല്ലേ? അപ്പൊ അവർക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ, ഒരു മണ്ണിനോട് സ്നേഹം. അങ്ങനെ ഇപ്പൊ ഇതിലൊന്നും തൊടിയിക്കാറില്ല, അങ്ങനെ കണ്ടിങ്ങ് വിടാറേ ഉള്ളൂ. അല്ലെങ്കിൽ ഭയങ്കര പ്രശ്നമായിരിക്കും അല്ലേ? ഓക്കെ മരിയ, എന്തായാലും മരിയയുടെ ആഗ്രഹം പോലെ തന്നെ ഒരു പൂക്കളുടെ ഒരു എന്താ പറയാ ഒരു പൂങ്കാവനത്തിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത്. ഇനിയും മരിയയുടെ ഒരുപാട് ആഗ്രഹങ്ങൾ നടക്കട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. പൂക്കളെ സ്നേഹിക്കുന്ന മരിയുമൊത്തുള്ള അഭിമുഖം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരും കണ്ടല്ലോ.